എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലൊരു മീൻ കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കൊഴുവ മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. അതിലേക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതിനി നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഉലുവപ്പൊടിയുടെ അളവ് കൂടി പോകണ്ട, അല്ലെങ്കിൽ ഒരു കയ്പ്പരസം വരും നമ്മുടെ മീൻ കറിക്ക് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന കൊഴുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു 1/2 കിലോ കൊഴുവയാണ്, അത്യാവശ്യം വലിപ്പമുള്ള കൊഴുവയായിരുന്നു ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചാറ് നന്നായിട്ട് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാകത്തിന് എടുക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് എന്തായാലും വേവിച്ചെടുക്കാം. ഇതിനധികം വേവില്ലാത്ത മീനാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, കാരണം ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കുറുകിയിട്ട് വരും. അപ്പോൾ ഒട്ടും ചാറില്ലാതെ ഇപ്പോൾ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് കടുകൊന്നും താളിച്ചിടുന്നില്ല, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിറച്ച് കറിവേപ്പില നന്നായിട്ട് ഞരടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് അടച്ച് വയ്ക്കാം. ആ ഫ്ലേവേഴ്സൊക്കെ അതിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് താളിച്ചൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ചിടാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി ഇതാ ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്